എല്ലാവർക്കും ആവശ്യമുള്ള ധനത്തെ പറ്റി ഇന്ന് നമുക്ക് സംസാരിക്കാം. മഹാലക്ഷ്മിയെ പറ്റി. എനിക്ക് പണം തികയുന്നില്ല, പട്ടിപ്പണിയെടുക്കുന്നുണ്ട്, എന്നാലും ഇല്ലടേ, സമയമില്ല, സഹായിക്കാൻ ഒരാളുമില്ല, റിസോഴ്സുകളില്ല. അതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഗംഭീരമായാനേ എന്ന് ചിന്തിക്കുന്ന ആളാണോ താങ്കൾ എങ്കിൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിന് ഇല്ലായ്മ എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പാറ്റേൺ ആണ്. അതൊരു ചക്രമാണ്. ഈ ഇല്ല ഇല്ല എന്നുള്ള ഒരു ചക്രത്തിൽ നമ്മൾ കുടുങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിനെ പറയുന്ന പേരാണ് സ്കേഴ്സിറ്റി ലൂപ്പ്. അപ്പൊ ഇന്ന് നമുക്ക് സ്കേഴ്സിറ്റി ലൂപ്പ് എന്താന്ന് നോക്കാം. ഈ ലൂപ്പിൽ വീണാല്, ഈ ചക്രത്തിൽ നമ്മൾ വീണാല്, അതായത് എനിക്കില്ല, എനിക്ക് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ കയ്യിൽ സമ്പത്തില്ല, സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒരുപാട് പരിശ്രമം നടത്തിപ്പോയി, പക്ഷെ എല്ലാം പരാജയപ്പെടുകയാണ്, വേണ്ടത്ര ഉണ്ടാവില്ല, കഷ്ടപ്പെടുന്നുണ്ടെന്നേ. ഈ ഒരു ചിന്ത നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ഈ ചക്രത്തിൽ അല്ലെങ്കിൽ ലൂപ്പിൽ വീണ് കഴിയുമ്പോൾ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ചിന്ത നമ്മുടെ വിശ്വാസമായിട്ട്, ബിലീവ് സിസ്റ്റമായിട്ട് മാറിയിട്ട് മെന്റലി നമ്മൾ ഇത് ആവർത്തിക്കും. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ ഈ സ്കേഴ്സിറ്റിയിൽ പെടുന്നത്, അല്ലെങ്കിൽ ഈ ദാരിദ്ര്യത്തിന്റെ മൈൻഡ് സെറ്റ് ആയി മാറുന്നു. ആദ്യം സമ്പത്തിന്റെ കുറവ് തോന്നുന്നു, അപ്പൊ തന്നെ എങ്ങനെ നമ്മൾ ഈ ചക്രത്തിൽ വിടുന്നു നോക്കാം. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഈ പ്രശ്നം എനിക്ക് ഇപ്പൊ തന്നെ മാറി കിട്ടണം, അർജൻസി ഉണ്ട്, സമ്പത്തില്ല, എനിക്ക് ഇപ്പൊ തന്നെ പറ്റണം. അപ്പൊ എന്താവും, മനസ്സ് ചുരുങ്ങുന്നു. കാരണം വൺ ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാത്തിരിക്കാൻ, ക്ഷമിക്കാൻ, വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നമുക്ക് പറ്റാണ്ടാവും. വളരെ ചുരുങ്ങും നമ്മൾ. അടുത്താണ് റഷസ് ഡിസിഷൻ, പെട്ടെന്ന് തീരുമാനമെടുക്കും. അപ്പൊ നമുക്ക് ആദ്യം സമ്പത്ത് ഇല്ല എന്നുള്ളൊരു തോന്നല്, അപ്പൊ നമുക്ക് എന്താണ് പെട്ടെന്ന് കിട്ടുന്നുള്ള തോന്നല്, മനസ്സ് ചുരുങ്ങി വരികയാണ്. അപ്പൊ പെട്ടെന്നുള്ള തീരുമാനം എടുക്കണം. എന്തുണ്ടാവും? അപ്പൊ എന്നിട്ട് സംഭവിക്കും, റിസൾട്ട് ഭയങ്കര മോശമാവും. നമ്മൾ പെട്ടെന്ന് എടുത്താണ് അല്ലെ, റിസൾട്ട് മോശമാകുമ്പോൾ നമ്മുടെ മനസ്സ് എന്ത് പറയും? ഞാൻ പറഞ്ഞില്ല അപ്പോഴും എനിക്ക് സമ്പത്ത് വരില്ല എന്ന്. വീണ്ടും സമ്പത്തിന്റെ കുറവിലേക്ക് വരും. അങ്ങനെ ഈ ചക്രത്തിൽ നമ്മൾ പെട്ടുപോകും. ഈ ചക്രത്തിൽ പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് മിക്സിയിലുള്ളിൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സാധനം പെട്ടെന്ന് വിചാരിക്കുക, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? മിക്സി നിർത്തിയാലാണ് അതിന് മാറ്റം വരുന്നുള്ളൂ. ഇതിൽ നമുക്കൊരു ന്യൂറോളജിക്കൽ ചേഞ്ച് വരും, നമുക്ക് മനസ്സിലാവും. ഈ ചുഴിയിൽ നമ്മൾ പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കുടുക്കിൽ പെട്ടു കഴിഞ്ഞാൽ, ഈ ലൂപ്പിൽ പെട്ടു കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ ചേഞ്ച് നമ്മുടെ ബ്രെയിനിൽ വരും. അഥവാ നമുക്ക് പുറത്ത് ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ടാവും. ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരുപാട്. ഇപ്പൊ AI വന്നു അല്ലെ, എന്തൊരു വലിയ സാധ്യതയാണ്. കോവിഡ് വന്നു അല്ലെ, ചില ആൾക്കാർക്ക് എന്തൊരു വലിയ സാധ്യതയായിട്ട് മാറി. പക്ഷെ ഈ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് എനിക്ക് ഒന്നുമില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂലടേ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുടെ ഈ അറ്റൻഷൻ ഉണ്ടല്ലോ, ശ്രദ്ധ, അത് നേരോ ആയിട്ട് പോകും, ഇടുങ്ങി പോകും. അത് മാത്രമല്ല, ഇവര് ഫ്ലെക്സിബിലിറ്റി കുറയും. ഇവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരുന്നത് കാണാൻ പറ്റും. പക്ഷെ ഇവർക്ക് ഇത് ബിഹേവിയറൽ ഫ്ലെക്സിബിലിറ്റി വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാനും ഇടിച്ചു കയറാനും പറ്റാത്തതും. ബ്രെയിൻ പതുക്കെ ഇവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പവറില്ലേ, അത് ഡൗൺ ചെയ്തു വരും. അപ്പൊ എന്തുണ്ടാവും? ഈ ചിന്ത ന്യൂറോളജിക്കൽ ചേഞ്ച് വരും. മനസ്സിൽ എപ്പോഴും എനിക്ക് തികയുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് വളരാൻ കഴിയുന്നില്ല. എന്നാൽ ഒരുപാട് സാഹചര്യം ഉണ്ട്, അത് മനസ്സിലാവില്ല. ക്ഷമിക്കാനും കാത്തിരിക്കാനും കഴിയാത്തൊരവസ്ഥ വരും. അവസാനം തീരുമാനമാകും, ഞാനിങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ചു പോകാനുള്ള ആളാണെന്നുള്ളൊരു ധാരണ അവരുടെ ഉള്ളിലേക്ക് വരും. അപകടം അവിടെയാണ് ഏറ്റവും വലുതായിട്ട് മാറുന്നത്. നമുക്ക് മുന്നോട്ട് പോകാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ഈ ചക്രത്തിൽ ബന്ധപ്പെട്ടേക്കാണ്, പറ്റുന്നില്ല. എറണാകുളം ജില്ലയില് പാണേലി പോര് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ പോയി. അപ്പൊ അവിടെ ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം പാറക്കെട്ടുകളിൽ ഇങ്ങനെ ഇടിക്കാണ്, അതാണ് പോരെടുക്കണം. വളരെ രസകരമായ ഒരു സ്ഥലമാണ് കേട്ടോ.
അവിടെ ചില കുഴികളുണ്ട്, പാറ ഇടുക്കുകളുണ്ട്, ചെറിയ പാറ ഇടുക്കുകളുണ്ട്. ഇതില് ഈ മഴക്കാലത്ത് കല്ലുകൾ വന്ന് വീഴും. ആ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കിൽ ഈ കല്ലുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി ചുഴിയിൽ പെട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി കൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. വേനൽക്കാലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഈ കുഴിയിൽ, ചെറിയ കുഴികളുണ്ടോ, വലിയ കുഴികളിലൊക്കെ കൈയിട്ട് അപകടമാണ്. ചെറിയ കുഴികൾ നമ്മൾ കൈയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് നല്ല ഉണ്ടൻ ഉരുളൻ കല്ല് കിട്ടും. അതുപോലെയാവും ഈ വ്യക്തിയുടെ അവസ്ഥ. ഈ ചുഴിയിൽ പെട്ട് അവിടെ കിടക്കും. പണ്ട് നമ്മൾ പറയില്ലേ, കുണ്ടൻ കിണറ്റിലെ തവളയെ പോലെ. അയാൾക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, സ്കേഴ്സിറ്റി ലൂപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ആദ്യം നമ്മൾ നെയിം ദ ലൂപ്പ്. എവിടെയാണ് എനിക്ക് പ്രശ്നം? ശരിക്കും എനിക്ക് എന്തോ പ്രശ്നം? എനിക്ക് അങ്ങനെ സമ്പത്ത് വരാതിരിക്കാൻ എന്താണ് കുഴപ്പം? എൻ്റെ ചിന്തയിൽ എവിടെയാണെന്ന് ആഴത്തിൽ ചിന്തിക്കുക. ദേ, ഒരു കൈ ഹൃദയത്തിൽ വെക്കുക, ഒരു കൈ വയറ്റിൽ വെക്കുക. ഒന്ന് കണ്ണടക്കി ഒന്ന് ചെയ്ത് നോക്കുക. ഒരു കൈ ഹൃദയത്തിൽ വെക്കുക. ഞാൻ പറയാതെ കണ്ടു തുറക്കാം കേട്ടോ. ഒരു കൈ വയറ്റിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ശാന്തമായി ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത്, എന്നിട്ട് ഇങ്ങനെ ശാന്തമായ മനസ്സിനോട് പതുക്കെ ചോദിക്കുക, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലേ? ഞാൻ പ്രവർത്തിച്ച് പല വിജയവും ഉണ്ടാക്കിയ ഒരാളല്ലേ? എനിക്ക് കാത്തിരിക്കാനും ക്ഷമിക്കാനും നിരന്തരമായ പ്രവർത്തനവും കഴിയില്ലേ എന്ന് മനസ്സിനോട് ആഴങ്ങളിൽ ചോദിക്കുക. കണ്ണു തുറന്നേ, ഇതൊന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് അർജൻസിയാണ്. അല്ലെ, ബൈക്കിന്റെ ഫ്യൂവൽ എന്താണ്? പെട്രോൾ ആണല്ലേ. അല്ലെങ്കിൽ കാറിന്റെ ഫ്യൂവല് ഡീസൽ ആണല്ലേ. ഇതുപോലെ ഈ ദാരിദ്ര്യം മനുഷ്യട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ടപ്പ 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 വേഗം 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 എന്നുള്ള വാശി വരും. അപ്പൊ എന്തുണ്ടാവും? അർജൻസി വരും. അർജൻസി ഉള്ള ആൾക്കാർക്ക് നിരന്തരം ശ്രമിക്കാൻ പറ്റില്ല. വിജയം ഉണ്ടാവുന്നത് നിരന്തര ശ്രമത്തിലൂടെയാണ്. അപ്പോഴേ എന്ത് മേഖലയിലാണോ നമുക്ക് മാറ്റം വരേണ്ടത് അവിടെ നിരന്തരമായ ശ്രമം നടത്തും. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ തീരുമാനമെടുക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ശക്തമായി തീരുമാനമെടുക്കാനും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും, ശ്രദ്ധിക്കണേ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അതില് അർജൻസി ഇപ്പൊ വേണമെന്നുള്ള വാശിയില്ലാതെ നിരന്തരമായ പരിശ്രമത്തിന് പറ്റുന്ന ആളാണ് മനസ്സിനെ പഠിപ്പിക്കണം. ഉറങ്ങാൻ പോകുന്ന സമയത്ത് രണ്ട് കൈ ഇങ്ങനെ നെഞ്ചിൽ വെച്ചിട്ട് മനസ്സിനോട് ഉറങ്ങാൻ നേരത്ത് പറയുക, ഞാൻ നിരന്തരം പരിശ്രമം ചെയ്യുന്നതിലൂടെ മുന്നേറുന്ന വ്യക്തിയാണ്. കൈ രണ്ടിങ്ങനെ വെക്കുക, ഉറങ്ങാൻ നേരത്ത് പറയുക, ഞാൻ നിരന്തര പരിശ്രമത്തിലൂടെ മുന്നേറുന്ന വ്യക്തിയാണ് പറയുക. പതുക്കെ പതുക്കെ മനസ്സത് കേൾക്കും. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് റീഫ്രെയിം എന്ന് പറയും. ഉദാഹരണം, എനിക്ക് സമയമില്ല, എല്ലാവരും പറയുന്ന കാര്യമല്ലേ. അപ്പം നമ്മുടെ മനസ്സിന് റിയലിസ്റ്റിക് ആയിട്ട് ചോദിക്കുക, നമ്മുടെ സമയം എവിടെ പോയി? അല്ല, ഞാൻ ചെറിയ വരുമാനം കിട്ടുന്ന കാര്യത്തിന്റെ പിന്നാലെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നിങ്ങളുടെ സമയം എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രയുടെ ഇടയിലുള്ള സമയം എന്താ ചെയ്യുന്നത്? എനിക്ക് ശ്രമിച്ചാൽ എത്ര സമയം കിട്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ? അല്ലെ, സമ്പത്ത് സൃഷ്ടിക്കാൻ എന്ത് ചെയ്യണം? പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ പുതിയ കഴിവുകൾ നേടണം. അപ്പം മനസ്സിനെ റീഫ്രെയിം ചെയ്യുക. ഞാൻ വിചാരിച്ചു എനിക്ക് 1 മണിക്കൂർ കിട്ടും, എനിക്ക് സഹായിക്കാൻ ആളില്ല. അല്ലെ, നമ്മളെപ്പോഴും പറയുന്നതാണ് മനസ്സ്. നിങ്ങൾ എത്ര പേരോട് സഹായം ചോദിച്ചിട്ടുണ്ട് സുഹൃത്തെ? നിങ്ങളുടെ ചുറ്റും സഹായം ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അച്ഛൻ്റെ ബന്ധുക്കളുണ്ടാവും, അമ്മയുടെ ബന്ധുക്കളുണ്ടാവും, നിങ്ങളുടെ മത സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും, രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവും, പൊതു കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സ് അട്ടമൻ്റായിട്ട് കിടക്കുകയാണ്. എനിക്ക് ചോദിക്കുന്നത് അപമാനമായിട്ട് തരണം. അതിനൊന്ന് റീഫ്രെയിം ചെയ്ത് എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഒന്ന് ലിസ്റ്റ് ഉണ്ടാക്കി അത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മളൊന്ന് കണ്ടേ. എനിക്ക് റിസോഴ്സ് ഇല്ല, അടുത്ത് പറയുന്നത് അയ്യോ എനിക്ക് റിസോഴ്സ് ഇല്ല, സാധ്യതകളില്ല, അവസരങ്ങളില്ല. എൻ്റെ സുഹൃത്തെ, നിങ്ങളൊന്ന് എഴുതി നോക്ക്. ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായില്ലേ? നിങ്ങൾ +2 പാസ്സായില്ലേ? നിങ്ങൾ ഡിഗ്രി പാസ്സായില്ലേ? നിങ്ങൾ 8ാം ക്ലാസ് പാസ്സായതല്ലേ? നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലേ?
അങ്ങനെ നിങ്ങൾക്ക് ഉള്ളതിനെ തിരിച്ചറിയുക. അപ്പം നമുക്ക് മനസ്സിലാകും എനിക്ക് സമയമുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ പറയും നമ്മളതിനെ എവിഡൻസ് ജേണൽ. ഇന്ന് ആ പുസ്തകവും പേനെടുത്തിട്ട് നമുക്കുള്ളതിനൊന്ന് എഴുതി നോക്കിയേ. എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന ദുഃഖവും ദുരിതവും പറഞ്ഞ് ഒന്നുമില്ല, സഹായിക്കാൻ ആളില്ല, കഷ്ടപ്പാടാണ് സാറേ, ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ ഇരുന്ന് എഴുതാൻ പറഞ്ഞു. അതിന് പറയും എവിഡൻസ് ജേണൽ. ഓരോരുത്തരും എഴുതണേ എവിഡൻസ് ജേണൽ. ആ ജേണൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ പാസ്സാവുന്ന കണ്ണുണ്ട്, നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, തലയിൽ മുടിയുണ്ട്, തലയുടെ ഉള്ളിൽ ബ്രെയിൻ ഉണ്ട്, വീടുണ്ട്, ആരോഗ്യമുണ്ട്. അല്ലെ, നമുക്ക് എത്ര സൗഭാഗ്യങ്ങളാ. ആ സൗഭാഗ്യങ്ങൾ എഴുതി നോക്കിയാൽ നമ്മുടെ ഉണ്ടല്ലോ ഒരു കോൺഫിഡൻസ് ലെവല് മാറും. എന്നിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അതിനാണ് സ്പെൻഡിങ് ട്രാക്ക്. വരുന്ന 7 ദിവസം 7 days സ്പെൻഡിങ് ട്രാക്ക് എഴുതുക. നമുക്ക് ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാക്കണം, സമ്പത്ത് സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ എന്താണ് വരുന്ന 7 ദിവസം ചെയ്യാൻ പോകുന്നത്. 1% മാറ്റം വരുത്തിയാൽ മതി. 1% മാറ്റം വരുത്തി കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് 37% മാറ്റം വരുത്താൻ പറ്റുമെന്ന് നമ്മൾ അറ്റോമിക് ഹാബിറ്റിന്റെ വീഡിയോയിൽ പറഞ്ഞത് ഒന്ന് അവിടെ പോയി കണ്ടേക്ക്. 1% മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ലേ? 1% മാറ്റത്തോടു കൂടി തുടങ്ങുന്ന നമ്മുടെ ജീവിതം 3 വർഷം കൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള ജീവിതത്തിന്റെ ഇരട്ടിയായിട്ടോ അതിനപ്പുറത്തേക്കായിട്ട് മാറ്റിക്കൊണ്ടുപോയിട്ട് സമ്പത്ത് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറും. ആദ്യം മനസ്സിലെ ദാരിദ്ര്യം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലെ ദാരിദ്ര്യം ഒന്ന് എടുത്തു കളയും. ശരിക്കും ഈ ഭൂമിയിൽ ദാരിദ്ര്യമില്ല. പിന്നെ എവിടെ ദാരിദ്ര്യം? പിന്നെ ദാരിദ്ര്യം കിടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിനെയാണ് കറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കേഴ്സിറ്റി ലൂപ്പിൽ നിന്ന് ഒന്ന് ചാടി പുറത്ത് കടന്നു കഴിഞ്ഞാൽ സമൃദ്ധിയിലേക്ക്, സമ്പത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. താങ്കൾക്ക് സമൃദ്ധി ഉണ്ട്, സമ്പത്തുണ്ട്, അതിലേക്ക് മൂവ് ചെയ്യാനുള്ള ത്രാണിയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, താങ്കൾ സമ്പന്നയാണ്. നമുക്ക് ഈ സമ്പത്തിനെ പറ്റി വളരെ ആഴങ്ങളിൽ പഠിക്കേണ്ടതുണ്ട്. സൈക്കോളജി ഓഫ് മണി വളരെ ഗൗരവമായിട്ട് പഠിക്കണം. അതിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ഈ സ്കേഴ്സിറ്റി ലൂപ്പിനെ പറ്റി പറഞ്ഞത്. വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ആഴത്തിൽ പഠിച്ചേ പറ്റൂ. അതിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കാൻ പറ്റും, താങ്കൾക്ക് പറ്റും, ഉറപ്പ്. താങ്ക് യു.